എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ്. അതിന് കാരണമാകട്ടെ പരമ്പരയിലെ ജോഡികൾ തന്നെയാണ്. സച്ചിയായി എത്തിയ അരുൺ ഒളിമ്പ്യനും രേവതിയായി എത്തിയ ഗോമതി പ്രിയയും തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത്. തമിഴകത്ത് നിന്നുമെത്തി മലയാളികളുടെ സ്വന്തമായി മാറുകയായിരുന്നു ഗോമതി പ്രിയ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടുകയായിരുന്നു ഗോമതി പ്രിയ. സച്ചിയും രേവതിയും ഞങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകരും പറഞ്ഞത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോമതിയുടെ പിന്മാറ്റം. ഇപ്പോഴിതാ ഗോമതി പ്രിയയുടെ ഒരു ഫോട്ടോഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങളാണ് പ്രിയ പങ്കുവച്ചിരിക്കുന്നത്. ഗുഡ് ന്യൂസ് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് നടി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബ്രൈഡ്, ഗുഡ് ന്യൂസ്, വെഡ്ഡിംഗ് റിംഗ്സ്, സൂൺ, ബ്ലെസ്സിങ്സ്, റൈറ്റ് പേഴ്സൺ, ട്രൂ ലവ്, ഫാമിലി, ക്രിസ്ത്യൻ ബ്രൈഡ്, വെഡ്ഡിംഗ്, ഡ്രീം കം ട്രൂ എന്ന് തുടങ്ങിയ ഹാഷ്ടാഗുകളും നടി പങ്കുവച്ചിട്ടുണ്ട്. ഗോമതി പ്രിയയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്. ചിലർ ഇത് റിയൽ വിവാഹമാണോ അതോ ഫോട്ടോഷൂട്ടാണോ എന്ന് പറഞ്ഞെത്തിയവരുമുണ്ട്. അതിന് മറുപടിയായി ഫോട്ടോഷൂട്ട് അല്ല, ആ വിശേഷം ഉടൻ എത്തുമെന്നും മറുപടികൾ വന്നിട്ടുണ്ട്. ഇതോടെയാണ് ഗോമതി പ്രിയ വിവാഹിതയാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത ആരാധകർ ഉറപ്പിച്ചത്. മധുര സ്വദേശിനിയായ ഗോമതി പ്രിയ ചെമ്പനീർ പൂവ് പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്കിലും വേഷമിടാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടയായിരുന്നു ഗോമതി. എടുത്തു പറയാനും മാത്രം സിനിമാ സീരിയൽ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു ഗോമതിക്ക്. അഭിനേത്രിയാവുക എന്ന ആഗ്രഹം സബലീകരിക്കാനായി കഠിന പ്രയത്നങ്ങളായിരുന്നു ഗോമതി നടത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെയായി തന്റെ കരിയറിനെ കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും താരം സംസാരിച്ചിരുന്നു. മികച്ച നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം നേടിയപ്പോൾ ഇത് കഠിന അധ്വാനത്തിന്റെ റിസൾട്ടാണെന്നായിരുന്നു ഗോമതി പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് സ്വപ്ന നിമിഷമെന്നും വിശേഷിപ്പിക്കാം. ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ള ആശങ്ക തുടക്കത്തിലെ മനസ്സിലുണ്ടായിരുന്നു. എന്നെ പിന്തുണച്ചു കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നുവെന്നായിരുന്നു അന്ന് ഗോമതി കുറിച്ചത്. അഭിനയത്തിന് പുറമെ നല്ലൊരു ഗായിക കൂടിയാണ് താരം. 1993 ഫെബ്രുവരി 8 തമിഴ്നാട് മധുരയ്ക്കടുത്ത് ആരപ്പാളയം എന്ന സ്ഥലത്താണ് ഗോമതി പ്രിയ ജനിച്ചത്. 29-കാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ചെമ്പനീർ പൂവ്. നിറത്തെയും സൗന്ദര്യത്തെക്കാളും ഉപരി ഗോമതി പ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് രേവതി എന്ന വേഷത്തിന് മിനിസ്ക്രീനിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാൻ കാരണം. ആര് കണ്ടാലും സാധാരണക്കാരിയായി തോന്നിക്കുന്ന രേവതിയെ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത്. 2018 കളേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓവിയ എന്ന പരമ്പരയിലൂടെയാണ് നായികയായിട്ടായിരുന്നു പ്രിയയുടെ അരങ്ങേറ്റം. തുടർന്ന് 2020 വേലൈക്കാരൻ എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. അതേ വർഷം തന്നെ തെലുങ്ക് സീരിയലായ ഹിറ്റ്ലർ ഗാരിപ്പെല്ലാം എന്ന സീരിയലിലും അഭിനയിച്ചു. ശേഷമാണ് ചെമ്പനീർ പൂവിലെ രേവതിയായി എത്തിയത്.